യഹോവയായ ദൈവത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് 3 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാ. നമ്മൾ പറയും നമ്മുടെ ദൈവമായ കർത്താവ് ഒംനി പൊട്ടന്റ് ആണ്, ഒംനി പ്രസന്റ് ആണ്, അതേപോലെ ഒംനീഷ്യന്റ് ആണ്. ഒംനി പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനാണ്. ഈ പ്രപഞ്ചത്ത് ദൈവത്തെക്കാൾ മുകളിൽ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ പവർഫുൾ ആയി വേറെ ഒന്നുമില്ല. നമുക്ക് ചുറ്റും കാണുന്ന ആകാശം, ഭൂമി, നമ്മൾ ഉൾപ്പെടെ സകലതും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് യെരമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞേ, യഹോവയായ കർത്താവെ, നിന്റെ മഹാശക്തി കൊണ്ടും നിന്റെ നീതിയായ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അതുകൊണ്ട് നമ്മൾ പറയും നമ്മുടെ ദൈവം സർവശക്തനാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ദൈവം ഒംനി പ്രസന്റ് ആണ്. ഒംനി പ്രസന്റ് എന്ന് പറഞ്ഞാൽ സർവവ്യാപി. അതായത് ദൈവത്തിന് ഒരേ സമയത്ത് എൻ്റെ അടുത്ത് ഇവിടെ ആയിരിക്കാനും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഏത് രാജ്യത്താണേലും അവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാനും ദൈവത്തിന് കഴിയും. എല്ലായിടത്തും ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയും ഉണ്ട്. കാരണം നമുക്ക് എവിടെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി മാറാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയും നമ്മുടെ ദൈവം ഒംനീഷ്യന്റ് ആണ്. ഒംനീഷ്യന്റ് എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയാണ്. അതായത് ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ദൈവത്തിന് സകലതും അറിയാം. അതായത് നമ്മൾ മനുഷ്യര് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് നമുക്ക് കൂടുതലും അറിയാവുന്നത് പാസ്റ്റും പ്രസന്റുമാണ്, പക്ഷെ നമുക്ക് ഫ്യൂച്ചർ അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒരേപോലെ അറിയാം. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അതായത് ദൈവത്തിന് അറിയാമോ ഓൾറെഡി ഇന്ന ഒരു വ്യക്തി ദൈവഹിതം അനുസരിച്ച് ജീവിക്കും, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ദൈവഹിതം അനുസരിച്ച് ജീവിക്കത്തില്ല എന്ന് ദൈവത്തിന് അറിയാമോ എന്നൊരു ചോദ്യമുണ്ട്. യെസ്, ദൈവത്തിന് അറിയാം. അതായത് ഇനി ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നത് എൻ്റെ 14-ാമത്തെ വയസ്സിലാണ്. ഇന്ന് എനിക്ക് വിത്തിൻ കപ്പിൾ ഓഫ് മന്ത്സ് 30 വയസ്സാകും. അപ്പം ആ 14-ാമത്തെ വയസ്സിലായിരുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ 30-ാമത്തെ വയസ്സിൽ ഞാൻ ക്രിസ്തുവിൽ തന്നെ വിശ്വസിച്ച് പോകുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ ഈ 14 തൊട്ട് 30 വയസ്സിനിടയിൽ ഒരിക്കലും വിശ്വാസ ജീവിതം കൺസിസ്റ്റന്റ് ആയിരിക്കത്തില്ല. ഇതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ 14-ാമത്തെ വയസ്സിൽ ദൈവത്തിന് ഓൾറെഡി അറിയായിരുന്നു ഇന്ന കുട്ടി ഇവൾ 30-ാമത്തെ വയസ്സിലും ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നിൽക്കും, അല്ല ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുമെന്നുള്ളത് ദൈവത്തിന് അറിയായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഇനി അടുത്ത 60 വയസ്സാകുമ്പോൾ, അതായത് ഇനി ഒരു 30 ഇയേഴ്സ് കഴിയുമ്പം എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ 60 ഇയേഴ്സിൽ എൻ്റെ വിശ്വാസത്തിൽ കൺസിസ്റ്റന്റ് ആയിരിക്കുമെന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എൻ്റെ അറ്റ് ദ മൊമെന്റ് എനിക്ക് പറയാൻ പറ്റും ഞാൻ വിശ്വാസിയായി തന്നെ ജീവിക്കുമെന്ന്. പക്ഷെ ദൈവത്തിന് അറിയാം. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ദൈവത്തിന് ഓൾറെഡി അറിയാമല്ലോ എൻ്റെ 60-ാമത്തെ വയസ്സിൽ എൻ്റെ ഫെയ്ത്ത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ദൈവത്തിന് ഓൾറെഡി അറിയാം. അപ്പൊ അതിന്റെ അർത്ഥം ഇത് പ്രീഡിസ്റ്റൈൻഡ് ആണോ എന്നുള്ളതാ? ഒരിക്കലും പ്രീഡിസ്റ്റൈൻഡ് അല്ല. പക്ഷെ ദൈവത്തിന്റെ അറിവെന്ന് പറയുന്നത് ഫോർ നോളേജ് ആണ്. എന്നാൽ ആ ഫോർ നോളേജ് അല്ല ഒരിക്കലും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ എൻ്റെ 60-ാമത്തെ വയസ്സിൽ ഞാൻ വിശ്വാസിയായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ അവിശ്വാസിയായിട്ടിരിക്കുന്നോ എന്നുള്ളത് ദൈവത്തിന്റെ ഫോർ നോളേജ് അല്ല. അതിന്റെ കോസ് അതൊരിക്കലും പ്രീഡിസ്റ്റൈൻഡും അല്ല. മറിച്ച് ഇനിയുള്ള 30 വർഷത്തില് ഞാൻ എടുക്കുന്ന ചോയ്സ് ആണ്. അതാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീ വില്ല്, അല്ലെങ്കിൽ അതിനെ സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് പറയാം. ഒരു ചോയ്സ്. എയ്തർ ദൈവത്തിന്റെ വഴിയെ നൽകാം, വിശ്വാസം കാത്തു ജീവിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ വഴിയെ, പിശാചിന്റെ വഴിയെ പോകാം. ഇതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ദൈവം എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യർക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇതിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ദൈവത്തിന്റെ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തമാകുന്നത് മനുഷ്യനെ ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ ഇമേജിലാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ആ ആദ്യത്തെ മനുഷ്യന് ദൈവം പേരിട്ടത് ആദം എന്നായിരുന്നു. ഈ മനുഷ്യന് പാർക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു തോട്ടം ഉണ്ടാക്കും. അത് കിഴക്ക് ഏദനിലായിരുന്നു. ആ തോട്ടം ആണ് ഏദൻ തോട്ടം. ആ ഏദൻ തോട്ടത്തില് കുറെ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ആ വൃക്ഷങ്ങൾക്കൊക്കെ കുറെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. എന്നിട്ട് ദൈവം ഈ മനുഷ്യനെ കൊണ്ടുവന്ന് ഈ ഏദൻ തോട്ടത്തിലാക്കും. എന്നിട്ട് ആദമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഈ തോട്ടത്തിൽ വേല ചെയ്യണം, അതേപോലെ ഈ തോട്ടത്തെ കാക്കണം അല്ലെങ്കിൽ കാപ്പണം, ഈ തോട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യണം. എന്നിട്ട് ദൈവം പറയും, ഈ തോട്ടത്തിൽ കുറെ വൃക്ഷങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടല്ലോ,
ഇതിന്റെ എല്ലാ വൃക്ഷത്തിന്റെ ഫലവും നിനക്ക് കഴിക്കാം, പക്ഷെ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ കഴിക്കരുത്. ഒരേ സമയം ദൈവം പെർമിഷനും അതേപോലെ ഒരു റെസ്ട്രിക്ഷനും കൊടുക്കും. ഇതിനെയാണ് ചോയ്സ് അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം ആദം ആ ചോയ്സിൽ ചൂസ് ചെയ്തത് ആ നന്മ തിന്മകളുടെ ഫലം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും, അങ്ങനെ പാപം ജനിക്കും. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ദൈവം ഈ മനുഷ്യനോട് പറയുന്ന സമയത്ത് ആദമിനോട് ഈ ഒരു പെർമിഷനും റെസ്ട്രിക്ഷനും കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ചോയ്സ് അല്ലെങ്കിൽ ഈ ഫ്രീ വില്ല് കൊടുക്കുന്ന സമയത്ത് ദൈവത്തിന് അറിയാമായിരുന്നോ ആദം ഉറപ്പായിട്ടും പിന്നീട് പാമ്പ് കൗശലക്കാരനാണെന്നും ആദമിന് കൂട്ടായി കൊടുക്കുന്ന ഹവ്വ ചതിക്കപ്പെടുമെന്നും ഹവ്വ കാരണം ആദം ഈ ഫലം കഴിക്കുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നോ എന്നുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ദൈവം ഒംനീഷ്യന്റ് ആണ്, സർവജ്ഞാനിയാണ്. അതുകൊണ്ട് ദൈവത്തിന് ആ ചോയ്സ് അല്ലെങ്കിൽ ആ ഫ്രീ വില്ല് കൊടുക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു ആദം ഇത് തെറ്റിക്കുമെന്നുള്ളത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ദൈവം എന്തിനാ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ളത്? എന്തിന് ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തു? കാരണം ദൈവത്തിന് ഓൾറെഡി അറിയാം ആദം എന്തായാലും ഈ ടെസ്റ്റ് പാസ് ആവത്തില്ല, പാപം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മനസ്സിലായി. ഓൾറെഡി ആ ഫോർ നോളേജ് ഉണ്ട്. എന്നിട്ടും ആദമിന്റെ ചോയ്സ് എന്തായിരിക്കും എന്നും ദൈവത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും ദൈവം എന്തിനിത് അനുവദിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തമാകുന്നത് ദൈവത്തിന്റെ ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇമേജ് എന്ന് പറയുമ്പം ഒരിക്കലും ഫിസിക്കൽ ഫോം അല്ല. ഉറപ്പായിട്ടും ദൈവത്തിന് നമ്മുടെ കൂട്ടുള്ള ഹ്യൂമൻ ബോഡി ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം ആത്മാവാകുന്നു. അപ്പം ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വൽ ടു ഫിസിക്കൽ ഫോം. ഒരിക്കലും അതൊരു ഫിസിക്കൽ ഫോം അല്ല. മറിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇൻ എ വേ ദാറ്റ് മനുഷ്യന് കാപ്പബിലിറ്റി ഉണ്ട് ടു എക്സിബിറ്റ് ഗോഡ്സ് നേച്ചർ. നമ്മളുടെ ചിന്തകളില്, നമ്മുടെ പ്രവർത്തികളില്, ദ വേ വി ലവ്, ദ വേ വി റൂൾ ദ വേൾഡ്, ഇവിടെ ഒക്കെ നമ്മൾക്ക് കപ്പാബിലിറ്റി ഉണ്ട് ടു റിഫ്ലക്ട് ഗോഡ്സ് നേച്ചർ. ദൈവത്തിന്റെ നേച്ചർ റിഫ്ലക്ട് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ആളുകളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇമേജ് ഓഫ് ഗോഡ്. അല്ലാതെ അത് ഒരിക്കലും ഫിസിക്കൽ ഫോമിലല്ല, മറിച്ച് ദൈവത്തിന്റെ നേച്ചർ എക്സിബിറ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതോടൊപ്പം ദൈവം മനുഷ്യനെ പ്രോഗ്രാം ചെയ്തില്ല. അതായത് ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ചെയ്യാമായിരുന്നു. ദൈവത്തിന്റെ നേച്ചർ തന്നെ, അതായത് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് തന്നെ ജീവിക്കുന്ന സൃഷ്ടികളായിട്ട് നമ്മളെ പ്രോഗ്രാം ചെയ്യായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. മറിച്ച് ദൈവം മനുഷ്യന് ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു ചോയ്സ് കൊടുത്തു. അതായത് മനുഷ്യന്റെ ഏതൊരു ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ കാപ്പബിൾ ആണ്. അതേപോലെ മനുഷ്യന് ചൂസ് ചെയ്യാം, അങ്ങനെ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഇവിളിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള ചോയ്സ് എടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ളവരാണ്. അപ്പം എന്തിനാ ദൈവം അത് അനുവദിച്ചതെന്നുള്ളതുണ്ട്. അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ ഇമേജിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ഗോഡ് വാണ്ട്സ് ടു ക്രിയേറ്റ് എ ഫാമിലി. കാരണം നമുക്ക് അപ്പനാണ്, യഹോവയായ ദൈവം നമ്മളുടെ അപ്പൻ തന്നെയാണ്. അപ്പൻ ഒരു ഫാമിലി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതായത് ഒരു കൂട്ടം ആളുകൾ തന്റെ ഫാമിലിയിലേക്ക് വരുന്ന ഒരു ഫാമിലിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ദൈവം ശ്രമിച്ചത്. ദൈവത്തിന് എപ്പോഴും മറ്റുള്ള സൃഷ്ടികളോട് കൂടി ഇടപെടുന്നത് പോലെ അല്ല ദൈവം മനുഷ്യനോട് ഒരിക്കലും ഇടപെടുന്നത്. മനുഷ്യനുമായിട്ട് ദൈവത്തിന് എപ്പോഴും ഒരു ആഴമാർന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ എവിഡന്റ് ആണ്. ബിക്കോസ് ദൈവം ഈവനിങ്ങില് മനുഷ്യനോടൊപ്പം നടക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവമാണ്. മനുഷ്യനോടൊപ്പം നടക്കാനും മനുഷ്യനോടൊപ്പം സംസാരിക്കാനും മനുഷ്യനുമായിട്ട് ആഴമാർന്ന ഒരു ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവമാണ്. ബിക്കോസ് ദൈവത്തിന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടത് നോട്ട് ഔട്ട് ഓഫ് ഫിയർ ബട്ട് ഔട്ട് ഓഫ് ലവ്. ദൈവത്തോടുള്ള സ്നേഹത്തില് നമ്മൾ ദൈവത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ നേച്ചർ എക്സിബിറ്റ് ചെയ്ത് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യെരമ്യാവിന്റെ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ നീതിയും ദയയും ന്യായവും പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ഗ്രഹിച്ചതിനാൽ പ്രശംസിക്കട്ടെ, ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ദൈവഹിതം മനസ്സിലാക്കുക എന്നുള്ളതാ, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാ. നമ്മൾ വചനം വായിക്കുന്നതും ദൈവത്തിന്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്
ഒരു അപ്പൻ മകൾ അല്ലെങ്കിൽ അപ്പൻ മകൻ ഇങ്ങനെയുള്ള ഒരു ബന്ധമാണ് ദൈവം ഡിഫൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഡെഫിനിഷനകത്ത് ഒരു അടുപ്പം കാണിക്കണം. ബിക്കോസ് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കാണേലും നമ്മളുടെ സിബ്ലിങ്സിനാണേലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ റിലേഷൻ നന്നായിട്ട് വർക്ക്ഔട്ട് ആവണമെങ്കിൽ നമ്മൾ എത്രത്തോളം ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമും നമ്മൾ അവരെ മനസ്സിലാക്കുന്നതും അനുസരിച്ചിട്ടാണ് നമുക്ക് ബന്ധങ്ങൾ വളരുന്നത്. ഈ സെയിം കാര്യം തന്നെയാണ് ദൈവത്തിന്റെ കാര്യത്തിലും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടുന്നതിനെക്കാട്ടിലുപരി ദൈവത്തെ മനസ്സിലാക്കാനാ. അതാണ് നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ. ഈ ആയുസ്സിൽ ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവം എങ്ങനെയാ ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരോടും ദൈവം ഇടപെടുന്നത് വ്യത്യസ്തമാണ്. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ദൈവം കട്ട് ഡൗൺ ചെയ്ത് കളയാൻ പറയും. അപ്പം അത് ദൈവത്തിന്റെ ഹിതമായിരിക്കത്തില്ല. അപ്പം ദൈവം എന്താണ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന്റെ പർപ്പസ് തന്നെ. അതിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടതും. ബാക്കി നമുക്കുള്ള ജ്ഞാനമാണേലും ബലമാണേലും ഇതെല്ലാം ദൈവത്തിന്റെ ദാനം. അത് സൃഷ്ടിയിൽ തന്നെ, അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം മനുഷ്യന് തിങ്ക് ചെയ്യാനുള്ള, ലോജിക്കൽ ആണെങ്കിലും തിങ്ക് ചെയ്യാനും ചൂസ് ചെയ്യാനും ഇൻവെൻഷൻസ് ചെയ്യാനും ഒക്കെ കാപ്പബിൾ ആയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ബിക്കോസ് ആ ബുദ്ധി ദൈവത്തിൽ നിന്ന് വന്നതാ. കാരണം ആദ്യമായിട്ട് ലോജിക്കൽ ബുദ്ധി യൂസ് ചെയ്യുന്നത് ആദമാ. കാരണം ആദമാണ് മൃഗങ്ങൾക്ക് പേരിട്ടത്. അവിടെ നിന്നാണ് മനുഷ്യൻ, ശൂന്യതയെന്ന് മനുഷ്യനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം ഓൾറെഡി ശൂന്യതയെന്ന് പലതും ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് ഇൻവെന്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ആളുകളായിട്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയെ റൂൾ ചെയ്യാൻ, ഭൂമിയുടെ മേൽ അതോറിറ്റി മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗാഡ്. ദാറ്റ് മീൻസ് വി ആർ കാപ്പബിൾ ടു എക്സിബിറ്റ് ദ നേച്ചർ ഓഫ് ദ ലോർഡ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിൾ അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ പൈശാചിക തലം എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തതുകൊണ്ടാണ്. ബിക്കോസ് ദൈവത്തിന് വാണ്ടഡ് ടു മേക്ക് ലവ് പോസിബിൾ. അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവത്തിന് വേണമായിരുന്നു. ആൻഡ് ദൈവത്തിന് അറിയായിരുന്നു ആ ചോയ്സ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിൾ എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പിശാജ് എക്സിസ്റ്റ് ചെയ്യും എന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ ഗോഡ് ഓൾറെഡി ഹാസ് എ പ്ലാൻ ഫോർ ഇറ്റ്. ആരംഭത്തിക്കൽ തന്നെ ദൈവത്തിന് അവസാനവും അറിയാം. ആൽഫയും ഒമേഗയുമായ ദൈവമാണ്. ദൈവത്തിന് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലൂടെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ദൈവം ഒംനീഷ്യന്റ് ആണ്, സർവ്വജ്ഞാനിയാണ്. ദൈവത്തിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒരുപോലെ അറിയാം. പക്ഷെ മനുഷ്യരായ നമ്മൾ ഓൾറെഡി പാസ്റ്റും പ്രസന്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതുകൊണ്ട് അത് രണ്ടും നമുക്കറിയാം. ഫ്യൂച്ചർ നമ്മൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ സമയത്തിനകത്താണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരിക്കലും സമയത്തിനുള്ളിലല്ല ജീവിക്കുന്നത്. ദൈവം സമയത്തിന്റെ പുറത്താണ് ജീവിക്കുന്നത്. പർവ്വതങ്ങൾ ഉണ്ടാക്കുന്നതിനും ഭൂമി ഉണ്ടാക്കുന്നതിനും ഭൂമണ്ഡലം ഉണ്ടാക്കുന്നതിനും മുമ്പേ ദൈവം അനാദിയും ശാശ്വതവുമാണ്. അതുപോലെ ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒരിക്കലും സമയത്തിലൂടെ സഞ്ചരിക്കുന്നില്ല, മറിച്ച് നമ്മളാണ് സമയത്തിലൂടെ സഞ്ചരിക്കുന്നത്. ദൈവം സമയത്തിന് പുറത്താണ്. അതുകൊണ്ടാണ് ദൈവം പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഒരുപോലെ അറിയുന്നു എന്ന് പറയുന്നത്. ദൈവം സർവ്വജ്ഞാനിയാണെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇത് കോൺട്രഡിക്ഷൻ ആണോ എന്ന് ചോദിക്കും. പക്ഷെ ഒരിക്കലും ഇത് കോൺട്രഡിക്ഷൻ ആയതുകൊണ്ടല്ല. നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അത് ഇമ്പോസിബിൾ ആണെന്നല്ല. ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഒരുപാട് തിയറീസ് ഒക്കെ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട് ടൈം ട്രാവൽ ചെയ്യാനും ഒക്കെ. പക്ഷെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യന് സമയത്തെ അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ലിമിറ്റേഷൻ ആണ്. കാരണം മനുഷ്യൻ ലിമിറ്റഡ് ബൈ ടൈം. അതുകൊണ്ട് മനുഷ്യന് ഒരിക്കലും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യന് ഭൂമി പോലെ മറ്റൊരു ഗ്രഹം കണ്ടെത്താനും മനുഷ്യന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മളൊരു റെക്കോർഡഡ് ആയിട്ടുള്ളൊരു മാച്ച് കണ്ടു, ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. ഓൾറെഡി നമ്മൾ അറിഞ്ഞു ഇന്ത്യ ജയിച്ചു എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആ റെക്കോർഡഡ് ആയിട്ടുള്ള മാച്ച് നമ്മൾ കാണുന്ന സമയത്ത് എൻ്റെ അറിവല്ല ഒരിക്കലും ആ ടീം ജയിക്കാനുള്ള കാരണം. അത് അവർ കളിച്ച രീതിയും അവരെടുത്ത ചോയ്സും അവരെടുത്ത മൂവുമാണ് അവരെ ജയിപ്പിച്ചത്. അപ്പം ഇതേപോലെയാണ് ദൈവത്തിന്റെ ഫോർനോളേജ് അല്ല ഒരിക്കലും നമ്മളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. അത് വ്യക്തിപരമായി ദൈവം നമുക്ക് തന്ന ഫ്രീ വിൽ, നമ്മളുടെ ചോയ്സ് ആണ്. അത് ഒരിക്കലും ദൈവത്തിന്റെ ഫോർനോളേജുമായിട്ട് ഇതിന് ബന്ധമില്ല. ഫോർനോളേജ് ഇസ് നോട്ട് ഈക്വൽ ടു കോസ്. ഇതൊരിക്കലും കോൺട്രഡിക്ഷൻ അല്ല. ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ
ദൈവം ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അത് അവന് ലഭിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഡൗട്ട്സ് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദൈവം തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരും. പിന്നെ നമുക്ക് അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കും. ആൻഡ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. അത് ഡേ ബൈ ഡേ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് ഹോളി സ്പിരിറ്റ് നമുക്ക് റിവീൽ ചെയ്ത് തരുന്ന അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ ഇത്രമാത്രം മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഫോർ നോളേജ് അല്ല ഒരിക്കലും നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്ന, ഇത് പ്രീഡിസ്റ്റൈൻഡും അല്ല, മറിച്ച് ദൈവം നമുക്ക് തന്ന ഫ്രീ വിൽ ആൻഡ് ചോയ്സ് ആണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇമേജിലാണ്, ടു എക്സിബിറ്റ് ദൈവത്തിന്റെ നേച്ചർ നമ്മളുടെ ചോയ്സിൽ, നമ്മളുടെ തിങ്കിങ്ങിൽ, ദ വേ വി ലവ് ആൻഡ് ദ വേ വി റൂൾ ദ വേൾഡ്, ഇതിലൊക്കെ ദൈവത്തിന്റെ നേച്ചർ എക്സിബിറ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള മനുഷ്യരായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.